ഇനി നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഡൽഹിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് NSUമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ 4 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഗോവയിലും രാജസ്ഥാനിലുമാണ് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. മാനസിക സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യകൾ എന്നാണ് റിപ്പോർട്ടുകൾ. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഈ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചു, പിന്നീട് അത് അതിനുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യകൾ എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജി ആവശ്യപ്പെടുന്നപ്പോൾ ആ പ്രതിഷേധത്തിന്റെ കൂടുതൽ അലയൊലികൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അരവിന്ദ്? ഗുഡ് മോർണിംഗ് പ്രവിത, ദിൽന. എന്തായാലും പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു ക്രമക്കേട് നീറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 2024 സമാനമായ രീതിയിലുള്ള ആ ക്രമക്കേടുകൾ നടന്നിരുന്നു. അന്നും ഈ വാദങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചതായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, NTA പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുക. ഇന്ന് ഡൽഹിയിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുക. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ NSUയും ശക്തമായ പ്രതിഷേധം ഡൽഹിയിൽ ഉയർത്തും. കൃത്യമായി തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ആ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഉയർത്താൻ പോവുകയാണ്. ഡൽഹിക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ആ പ്രതിഷേധം ശക്തമാക്കാൻ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരീക്ഷയും പുതിയ പരീക്ഷാ തീയതികൾ അടക്കം പ്രഖ്യാപിക്കുമ്പോൾ 4 വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ഇതുവരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പരീക്ഷ മാറ്റിയ സമ്മർദ്ദം താങ്ങാനാകാതെയാണ് ആത്മഹത്യയെന്ന് കുടുംബമടക്കം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഗോവയിലും അതുപോലെ തന്നെ ഡൽഹിയിലുമാണ് ഓരോ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും CBI അന്വേഷണവും ഒരു വഴിയിൽ കൂടി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ ക്രമക്കേടിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. പൂനെയിൽ നിന്നുള്ള കെമിസ്ട്രി അധ്യാപകരാണ്. NTA ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. ഇയാൾ ഈ ചോദ്യപേപ്പർ ചോർത്തുകയും ഇത് പിന്നീട് വിദ്യാർത്ഥികൾക്കടക്കം പ്രത്യേകം കോച്ചിംഗ് ക്ലാസുകൾ നൽകി എന്നതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും CBI വ്യക്തമാക്കുന്നു. അതേസമയം അടുത്ത മാസം 21-നാണ് പുതിയ പരീക്ഷാ തീയതികൾ ഇപ്പോൾ NTAയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളെല്ലാം ചില വാദങ്ങൾ മാത്രമാണ്. തങ്ങളുടെ വീഴ്ച മറികടക്കാനാണ് ഇത്തരമുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ വാദങ്ങൾ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നതെന്ന് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തുടരും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ഉറപ്പാക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. ദിൽന, പ്രവിത. ശരി, PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തുടരെ ഈ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നതും പരീക്ഷ നടത്തിപ്പിൽ വീഴ്ചയുണ്ടാകുന്നതും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പൊതുസമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.